ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് ഏഷ്യയിലെ 10 വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. അതിലെ ആദ്യത്തെ പ്ലേസ് ആഷികാഗ ഫ്ലവർ പാർക്കാണുള്ളത്. ജപ്പാനിലുള്ള ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിസ്റ്റീരിയ ഫ്ലവേഴ്സ് പൂത്തു നിൽക്കുന്നു എന്നതാണ്. മെയിനായിട്ട് 4 കളേഴ്സിലുള്ള വിസ്റ്റീരിയ ഫ്ലവേഴ്സ് പൂക്കുന്നത് മെയ് ടു ജൂൺ ടൈമിലാണ്. ജപ്പാനിലെ തന്നെ അരാഷിയാമ എന്ന പ്ലേസിലുള്ള സെഗാനോ ബാംബു ഫോറസ്റ്റാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ള. നിരവധി ചലച്ചിത്രങ്ങൾ നാം കണ്ടിട്ടുള്ള ഈ പ്രദേശം 16 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നു. അടുത്ത പ്രദേശം ലഡാക്കിലുള്ള പ്യുഗ വാലിയാണ്. ഇവിടെ പ്രകൃതിരമണീയമായ ദൃശ്യങ്ങൾ കൊണ്ടും സൾഫർ സ്പ്രിംഗ് കൊണ്ടും ഹോട്ട് സ്പ്രിങ്സ് കൊണ്ടും മഡ് പൂൾസ് കൊണ്ടും അതിസമ്പന്നമാണ് ഈ പ്രദേശം. ഈ കാണുന്ന ലേക്ക് ഉള്ളത് ചൈനയിലാണ്. ഇതിൻ്റെ പേര് ഹാവോയാങ് ലേക്ക് എന്നാണ്. ഇത് കണ്ടിട്ട് ഗ്രീൻ കളറിലുണ്ടല്ലേ ഇതിൻ്റെ വെള്ളം എന്ന് പറയുന്നത്. അതിന് കാരണം ഡക്ക് വീഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പായൽ പോലെയുള്ള കള ആ വെള്ളം നിറയെ കിടക്കുന്നത് കൊണ്ടാണ് അത് ഗ്രീൻ കളറായിട്ട് നമുക്ക് തോന്നുന്നത്. ഫിഫ്ത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സോക്കോട്ര ഐലൻഡാണ്. ഗൾഫ് കൺട്രീസിലൊന്നായി യമനിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. ഈ 10 പ്രദേശങ്ങളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസും ഇത് തന്നെയാണ് എനിക്ക്. വളരെ മനോഹരമായ ബീച്ചുകളും ക്രിസ്റ്റൽ ക്ലിയർ സീയുമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതിൻ്റെ കൂടെ ഇവിടുത്തെ ഫ്ലോറ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട സ്പെഷ്യാലിറ്റി ഉള്ള ഫ്ലോറയും ഫോണയുമാണ് ഇവിടെ ഉള്ളത്. ഈ കുട പോലെ നിൽക്കുന്ന മരങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ പേരാണ് ഡ്രാഗൺ ട്രീ. 600 വർഷമാണ് ഇതിൻ്റെ ആയുസ്. പണ്ട് കാലങ്ങളിൽ അറബി ആൾക്കാരൊക്കെ ഇത് മരുന്നിനൊക്കെ യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അടുത്തതായിട്ട് വരുന്നത് കുപ്പിയുടെ ഷേപ്പിലുള്ള ഒരു ടൈപ്പ് മരമാണ് കേട്ടോ. അതിൻ്റെ പൂക്കളും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏതോ റോക്ക് ആർട്ട് ചെയ്ത പോലെ ഉണ്ട് ആ പ്രദേശം എല്ലാം കാണാൻ. അതിൻ്റെ കൂടെ ഈ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മരങ്ങളും പ്രകൃതിയും എല്ലാം കൂടെ വരുമ്പോൾ വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. ഇത് ഭൂമിയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. നെക്സ്റ്റ് പ്ലേസ് തുർക്കിയിലുള്ള കപ്പഡോഷ്യ അല്ലെങ്കിൽ കപ്പഡോക്കിയ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പ്രൊനൗൺസ് ചെയ്യാം. അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒരു നേച്ചറായിട്ട് തന്നെ ഒരു റോക്ക് ആർട്ട് ചെയ്ത പോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പും പിന്നെ ഹോട്ട് എയർ ബലൂൺ സർവീസിന് പേര് കേട്ട ഒരു സ്ഥലമാണ് കപ്പഡോഷ്യ. അടുത്ത പ്ലേസ് തുർക്ക്മെനിസ്ഥാനിൽ ഫുൾ ടൈം തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴിയാണ്. ഇതിൻ്റെ പേരാണ് ഗേറ്റ് ഓഫ് ഹെൽ ഓർ ഡോർ ടു ഹെൽ. ഇവിടെ നാച്ചുറൽ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് ഫുൾ ടൈം തീ കത്തുന്നത്. അടുത്ത പ്ലേസ് ഹാങ്സെങ് ഡോങ് കേവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കേവ് എന്നറിയപ്പെടുന്ന ഈ പ്ലേസ് ഉള്ളത് വിയറ്റ്നാമിലാണ്. ഇതിൻ്റെ ഉള്ളിലൊരു വെതർ സിസ്റ്റം തന്നെയുണ്ട്. പുറത്തുള്ള എൻവയോൺമെൻറ്റിൻ്റെ വെതർ ആയിരിക്കില്ല ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ. ഇതൊരു 6 മൈൽ അണ്ടർഗ്രൗണ്ട് കേവാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കേവ് എന്ന് ഇത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്ലേസ് ഒരു അണ്ടർ വാട്ടർ വാട്ടർഫോളാണ്. മൗറീഷ്യസിലെ ഇന്ത്യൻ ഓഷനിലാണ് ഇത് കാണുന്നത്. ആക്ച്വലി ഇതൊരു വാട്ടർഫോൾ ഒന്നുമല്ല, ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അതൊരു ഏരിയൽ വ്യൂവിൽ ഇങ്ങനെ വാട്ടർഫോൾ പോലെ നമുക്ക് തോന്നുന്നതാണ്. ഈ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ലെമയൂരു എന്നു പേരുള്ള ലഡാക്കിലെ ഒരു പ്രദേശമാണ്. മൂണിൻ്റെ ലാൻഡ്സ്കേപ്പിനോട് വളരെയധികം സാദൃശ്യം തോന്നുന്ന ഒരു പ്രദേശമാണിത്.